ദുരിതാശ്വാസ നിധിയിൽ സമാനതകളില്ലാത്ത സഹായപ്രവാഹമാണ് ഉണ്ടായത്. 773 കോടി 98 ലക്ഷം രൂപ വയനാട് ദുരന്തത്തിനിരയായവരെ സഹായിക്കാനായി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യപ്പെട്ടു. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള സംഘടനകൾ, വ്യക്തികൾ എല്ലാം സഹായഹസ്തം നീട്ടി. ഇതര സംസ്ഥാന സർക്കാരുകൾ കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. കർണാടക, ആന്ധ്ര സർക്കാരുകൾ 10 കോടി രൂപ വീതം, തമിഴ്നാട്, രാജസ്ഥാൻ സർക്കാരുകൾ 5 കോടി രൂപ വീതം സംഭാവനയായി നൽകി. ദുരന്തബാധിതരുടെ വായ്പാ കുടിശ്ശികകൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗം ഇവിടെ നേരത്തെ പറയുകയുണ്ടായി. ആ വായ്പാ കുടിശ്ശിക വിവിധ ബാങ്കുകളിലായിരുന്നു. അത് സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഭാഗമായി ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യുന്നില്ല എന്ന് വന്നപ്പോൾ ഹൈക്കോടതി അതിലിടപെട്ടു. അതിശക്തമായ നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ നിശ്ചിത കാലാവധി വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചെങ്കിലും അത് നീട്ടി പോകുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടായത്. ആ സഹായം ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ആ വായ്പാ കുടിശ്ശിക ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. വിവിധ ബാങ്കുകളിലായി 555 ഗുണഭോക്താക്കൾക്കുള്ള 1620 വായ്പകളുടെ കുടിശ്ശിക തുക 18 കോടി 75 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഏറ്റെടുത്തു. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളണം എന്ന് കേന്ദ്ര സർക്കാരിനോട് പലവട്ടം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതാണ്. ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായില്ല. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തലായിരുന്നു അടുത്ത കടമ്പ. ജനകീയ കൂടിയാലോചനയിൽ പുനരധിവാസത്തെക്കുറിച്ച് സർക്കാർ അഭിപ്രായം തേടി. ആ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. അവർ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയത്. വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള 31 ഇടങ്ങളിലാണ് ഭൂമി മാർക്ക് ചെയ്തത്. അവയെല്ലാം വിശദമായി പരിശോധിച്ചു. അങ്ങനെ പട്ടിക 9 ചുരുക്കി. പിന്നീട് പുനരധിവാസത്തിന് അർഹതയുള്ളവരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് നെടുമ്പാല എസ്റ്റേറ്റും എൽസ്റ്റൺ എസ്റ്റേറ്റും ഏറ്റെടുക്കുന്നതിന് തത്വത്തിൽ തീരുമാനമെടുത്തു. ആദ്യഘട്ടമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇവിടെ ഒരു കുടുംബത്തിന് 7 സെൻറ്റ് ഭൂമി വീതവും മറ്റ് പൊതു സൗകര്യങ്ങളടക്കം സജ്ജീകരിച്ചും 410 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനാകുമെന്ന് കണ്ടെത്തി. അങ്ങനെ വന്നപ്പോൾ പുനരധിവാസം എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് മാത്രം മതി എന്ന് തീരുമാനിച്ചു. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഉത്തരവ് 2024 ഒക്ടോബർ പുറപ്പെടുവിച്ചു. നവംബറിൽ ഫേസ് 1 ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് കോടതി വ്യവഹാരം ഉണ്ടായി. തുടർന്ന് ഭൂമി ഏറ്റെടുക്കലിന് അല്പനാൾ തടസ്സം നേരിട്ടു. ഹൈക്കോടതി അനുമതി ലഭിച്ചു. അതിനെ തുടർന്ന് റിക്കാർഡ് വേഗത്തിലാണ് വിലനിർണ്ണയവും സർവേ നടപടികളും പൂർത്തിയാക്കിയത്. 2025 ഏപ്രിലിൽ 44 കോടി 33 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെച്ചു. അന്നേ ദിവസം തന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി. ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികളും ആരംഭിച്ചു. ടൗൺഷിപ്പ് പൂർത്തിയാകുമ്പോൾ നിലവിലെ കണക്കുകളനുസരിച്ച് 402 കുടുംബങ്ങളിലെ 1662 പേരാണ് ഇവിടെ താമസിക്കുക.
ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. അതിൻ്റെ പേരിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ ആക്രമിക്കാൻ തയ്യാറായവരുണ്ട്. ഊരാളുങ്കലിൻ്റെ ചരിത്രവും വളർച്ചയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് കൂലി അടിമത്തത്തിൽ നിന്നും തൊഴിലാളികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നവോത്ഥാന നായകനായ വാഗ്ബടാനന്ദൻ തുടങ്ങിവെച്ച സ്ഥാപനമാണത്. ആ ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി അങ്ങനെയാണ് പടിപടിയായി മുന്നേറിയത് എന്നത് നാം കാണേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ മഴക്കാലം വേനൽക്കാലം എന്ന വ്യത്യാസമില്ലാതെയാണ് കഴിഞ്ഞ കാലത്ത് മഴയുണ്ടായത്. ഇപ്പോൾ വേനൽ മഴ ശക്തമായി, തുറന്നു വന്ന കാലവർഷം ശക്തമായി, തുലാവർഷവും നല്ല രീതിയിലുണ്ടായി. ഇതൊക്കെ നിർമ്മാണ പ്രവർത്തികൾക്ക് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതിനെല്ലാം മറികടന്നാണ് നിർമ്മാണ പ്രവർത്തികൾ മുൻപോട്ട് കൊണ്ടുപോയത്. കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും അച്ചടക്കത്തോടുകൂടിയും ആയിരക്കണക്കിന് നിർമ്മാണ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചുകൊണ്ട് നടത്തിയ ഭഗീരഥ പ്രയത്നത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കാണുന്ന ഈ ടൗൺഷിപ്പ്. അതിൻ്റെ ഭാഗമായ ഓരോ തൊഴിലാളിയെയും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. രമേശൻ്റെ നേതൃത്വത്തിലുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കട്ടെ.